കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിലമ്പൂരിൽ ഞാൻ നടത്തിയ ചില പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ഞാൻ വലിയ മുസ്ലിം വർഗീയവാദിയാണെന്ന് സമർത്ഥിക്കുവാൻ ചില മാധ്യമങ്ങളും അതിൽ പറഞ്ഞതും പറയാത്തതുമായ ചിലത് എരിവും പുളിയും ഒക്കെ ചേർത്ത് വളരെ സമർത്ഥമായി ചാനലിലെല്ലാം ചർച്ചകൾ വന്നു. ഞാൻ കേട്ടു. നിങ്ങളതിൻ്റെ സത്യാവസ്ഥ ഒന്ന് വിശദമായി മനസ്സിലാക്കണം. മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സെറ്റിലേഴ്സ് ഏറെയുള്ള, അവിടെ മഹാഭൂരിപക്ഷം ഹിന്ദുക്കളെന്ന് ഞാൻ പറയുന്നില്ല, ഹിന്ദുക്കളും മുസ്ലിം തമ്മിൽ നോക്കിയാൽ ഏതാണ്ട് സമാസമം ഉള്ളൊരു പ്രദേശമാണ് നിലമ്പൂർ. നിയോജകമുണ്ട്. ക്രിസ്ത്യാനികളോട് ചേർന്നാൽ, ഹിന്ദുക്കളും ക്രിസ്ത്യാനിയും കൂടി ചേർന്നാൽ ഇപ്പോഴാണ് ഭൂരിപക്ഷം. എന്തും ആട്ടെ, ഞാൻ അവിടെ ചെന്നു. അവിടെ വിദ്യാഭ്യാസപരമായി വളരെ പിന്നി നിൽക്കുന്നൊരു പ്രദേശം. ആ പ്രദേശത്ത് ഈഴവ സമുദായത്തിന് ആ ജില്ലയിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇല്ല എന്ന് പറയുമ്പോൾ, ഞാൻ ഈ SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന കർഷകരിരിക്കുന്ന എൻ്റെ സമുദായത്തിൻ്റെ വികാരവും വിചാരവും പ്രയാസവും ദുഃഖവും നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ ദുഃഖം പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. പിന്നോക്ക സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ സംവരണ സമുദായ മുന്നണി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗുമായിട്ട് കെട്ടിപ്പിടിച്ച് സഹോദരന്മാരെ കൂട്ട് പാർലമെൻ്ററി മാർച്ച്, സെക്രട്ടേറിയറ്റ് മാർച്ച്, അങ്ങനെ എവിടെയെല്ലാം പറ്റുന്നു അവിടെയെല്ലാം മാർച്ചുകളെല്ലാം നടത്തി ഞങ്ങളെല്ലാം വളരെ സൗഹാർദ്ദത്തോടു കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് എന്താ ചെയ്തത്? നമ്മൾ ഭരണത്തിൽ വന്നാൽ പിന്നോക്ക സമുദായ മുന്നണി, സംവരണ സമുദായ മുന്നണി, നമ്മളെല്ലാം ഭരണത്തിൽ വന്നാൽ, അന്ന് ഇവരെയും ഉൾപ്പെടെയുള്ളവരാണ്, വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള കുറവുകൾ പരിഹരിച്ച് തന്നിരിക്കുന്നവരെല്ലാം ഒച്ചത്തിൽ പറഞ്ഞാണ്. അതിനു വേണ്ടിയിട്ട് എത്രയോ ലക്ഷം രൂപ എന്നെ കൊണ്ട് മുടക്കിച്ചു ഈ സമ്മേളനങ്ങളെല്ലാം. ഇതെല്ലാം കഴിഞ്ഞു ഭരണത്തിൽ വന്നു. എന്നിട്ട് ഞാനിവിടെ എല്ലാം പുറകണം. എന്തിന് ഭരണം ഇറങ്ങിപ്പോകുന്ന സമയം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം UDF. എന്നിട്ട് പോലും മലപ്പുറത്ത് ഞങ്ങൾക്ക് ഒരു അൺഎയ്ഡഡ് കോളേജ് അതെങ്കിലും നേടിയിട്ടാകില്ല, തന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈഴവ സമുദായത്തിന് ഒരൊറ്റ വിദ്യാഭ്യാസ സ്ഥാപനം, ഒരു സ്കൂളോ കോളേജോ ഒറ്റെണ്ണം പോലും ആ ജില്ലയിലില്ല. അതേസമയത്ത് മറ്റുള്ള സമുദായത്തിൽ എത്രയുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കൂ. മുസ്ലിം സമുദായത്തിന് എയ്ഡഡ് കോളേജ് തന്നെ 11 ഉണ്ട്. ആ സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാൽ ആ MESനുണ്ടെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ആ മുസ്ലിം ലീഗിലെ ചില സമുദായക്കാർക്കാണ് ഇവിടെ കയ്യിലാണ്. പറഞ്ഞാൽ ലീഗിൻ്റെ നേതാക്കന്മാർ, പ്രമുഖരായ നേതാക്കന്മാരാണ് അതിൻ്റെ ഉടമസ്ഥൻ. അതിന് സാധാരണക്കാർക്കോ മുസ്ലിമിനെ പ്രതിനിധീകരിക്കുന്ന വിദ്യാഭ്യാസ ഏജൻസിയായ MESനോ അല്ല. അവർക്കൊന്നോ രണ്ടേ ഉള്ളൂ. ബാക്കിയെല്ലാം തന്നെ മുസ്ലിം ലീഗിലെ പ്രമുഖന്മാരായ സമ്പന്നന്മാർക്കാണ് വിദ്യാഭ്യാസ സ്ഥാപനം.